ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്കിനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. നമ്മൾ ഇന്നും 12:30 ആകുമ്പോഴാണ് അപ്കമിംഗ് വിശേഷങ്ങളുമായിട്ട് വരുന്നത്. നമ്മുടെ ഫുൾ വിശേഷം എന്ന് വിടുന്നത് ജിൽ ജിൽ ചിന്നു എന്ന മെയിൻ ചാനലിലാണ് കേട്ടോ. അപ്പൊ അതിൽ എന്ന് നമ്മൾ ഫുൾ വിശേഷം ഇടാറുണ്ട് രാവിലെ 7:30 ആകുമ്പോൾ. ആരെങ്കിലും ഇതുവരെ കണ്ടിട്ടില്ല, കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനലിൽ ഒന്ന് പോയി നോക്കിയാൽ മതി. ജിൽ ജിൽ ചിന്നു എന്നാണ് ചാനലിന്റെ പേര്. അപ്പൊ ഞാൻ വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ അനാമികയും രേവതിയും ഒക്കെ കൂടി ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. മുത്തശ്ശനെ എങ്ങനെയെങ്കിലും കൊല്ലണം. ഇനിയിപ്പം അനന്തപുരി തറവാട്ടിലെ മൂർത്തി മുത്തശ്ശനെ കൊന്നില്ല എങ്കിൽ രേവതിയും അതുപോലെ തന്നെ നമ്മുടെ അനാമികയും വേണു ഒക്കെ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് മനസ്സിലായി. അപ്പം കിളവനെ കുഴിയിലേക്ക് എടുക്കുക, അത് മാത്രമാണ് എപ്പോഴും നമ്മുടെ വേണു പറയുന്നത്. കിളവൻ കുഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ അധികാരം മുഴുവനും ഇവിടത്തെ ആണുങ്ങളും പെണ്ണുങ്ങളുടെയും കയ്യിൽ തന്നെ ആകും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തല്ലാകും. അപ്പൊ ഏതായാലും ഭാഗം വെക്കുമ്പോ ഏതായാലും എനിക്കൊരു ഭാഗം കിട്ടും. ആ ഒരു ഭാഗവും വാങ്ങി സേഫ് ആയിട്ട് പോവുക. അല്ലെങ്കിൽ നമ്മുടെ മൂർത്തി ഭാഗം വെക്കുകയുമില്ല, അതുപോലെ തന്നെ വീതം കിട്ടുകയുമില്ല. എന്നും ഈ കൂട്ടുകുടുംബത്തിൽ കിടന്ന് നമ്മുടെ അനാമിക ഇങ്ങനെ ഓരോന്ന് കട്ടും മോഷ്ടിച്ചും ഒക്കെ പിന്നെ ജീവിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ടാണ് വേണു ഇങ്ങനെയൊക്കെ പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ നവ്യയെ സേഫ് ആക്കാൻ വേണ്ടി മൂർത്തി മുത്തച്ഛൻ എന്ത് ചെയ്തു? മൂർത്തി മുത്തച്ഛൻ ചെയ്തേക്കുന്നത് നമ്മുടെ ഈ ഒരു സ്വത്തിന്റെ ഒരു ഓഹരി നമ്മുടെ നവ്യയുടെ പേരിലേക്ക് എഴുതി വെക്കുകയാണ്. അല്ലാതെ നവ്യക്ക് ഒരിക്കലും നമ്മുടെ അഭിയുടെയോ ജലജയുടെയോ ആ ഒരു സ്നേഹം കിട്ടില്ല എന്നും നവ്യനെ അവര് മരുമകളായിട്ട് കാണില്ല എന്നും അതുപോലെ ആ കൊച്ചിന് അവര് ഉണ്ടാകാൻ പോകുന്ന കുട്ടിക്ക് അവരെ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല എന്നും ആ കുഞ്ഞിനെ കൊല്ലാൻ വരെ ഇനിയിപ്പം ജനിച്ചാലും കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമെന്നൊക്കെ മുത്തശ്ശൻ അറിയാവുന്നത് കൊണ്ട് നമ്മുടെ നവ്യയെ സേഫ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്? നവ്യക്ക് വേണ്ടി കുറച്ച് സ്വത്ത് ഭാഗം വെച്ച് നവ്യയുടെ പേരിലേക്ക് മാത്രം എഴുതി കൊടുക്കുന്നത്. അപ്പൊ നവ്യയുടെ പേരിലുള്ള ആ ഒരു സ്വത്തിന്റെ അവകാശം നമ്മുടെ അഭിക്കും ജലജയ്ക്കും കിട്ടണമെങ്കിൽ നവ്യ വിചാരിക്കണം, നവ്യയെ സ്നേഹിക്കണം. അപ്പൊ അതിലൂടെ ആ ഒരു എന്താ പറയാ, നമ്മുടെ നവ്യയുടെ ജീവിതം സേഫ് ആക്കാനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷെ അനാമികയ്ക്ക് അതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് സമാധാനമില്ല. അനാമികയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ജാനകിക്കൊക്കെ ഒരു സമാധാനമില്ല. അപ്പം ജാനകി അറിയുന്നോ നമ്മുടെ അനാമികയുടെ സ്വഭാവം? അപ്പം ജാനകിയുടെ വിചാരം എന്താ? അനാമിക ഏതാണ്ട് വലിയ കൊമ്പത്തുനിന്ന് വന്നതാണെന്നും അനാമിക നല്ലൊരു മരുമകളാണെന്നും നല്ലൊരു മകളാണെന്നും ഒക്കെയാണ് ജാനകിയുടെ വിചാരം. പക്ഷെ ജാനകി ഇനി അങ്ങോട്ടേക്ക് അറിയാൻ പോവുകയാണ് അനാമികയുടെ കയ്യിലിരിപ്പ് എന്താണെന്ന്. കാരണം ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മൂർത്തി മുത്തശ്ശനുമായിട്ട് വഴക്കുണ്ടാക്കാണ് കേട്ടോ ഈ അനാമിക. അപ്പൊ എന്തോ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് നമ്മുടെ അനാമികയുടെ സ്വഭാവം അനുസരിച്ച് ആരും അഡ്ജസ്റ്റ് ചെയ്ത് പോവില്ല. നമ്മുടെ അനന്തമൂർത്തി പ്രത്യേകിച്ച് തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കും. അങ്ങനെ നമ്മുടെ അനാമിക കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. നയനയെ കുറിച്ച് ഭയങ്കരമായിട്ട് കുറ്റം പറയുന്നു. അപ്പൊ നയനി ആ വീട്ടിൽ വന്നതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ആഹാരം കഴിക്കാൻ തന്നെ പേടിയാണ്. ജാനകിയോടാണ് പറയുന്നത്, ആഹാരം കഴിക്കാൻ തന്നെ പേടിയാണ്. ഇനിയിപ്പൊ അവള് വല്ല വിഷവും കലക്കി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കുറ്റം പറയുന്നത് കേട്ടുകൊണ്ട് നമ്മുടെ മൂർത്തി മുത്തശ്ശൻ വരികയാണ്. അപ്പൊ മൂർത്തി മുത്തച്ഛൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അനാമികയോട് ചോദിച്ചു, നീ എന്താടി ഈ പറയുന്നത്? അല്ല, നീ പറഞ്ഞു വരുന്നത് ഇവിടെ പാലിൽ വിഷം കൊടുത്തത് നയനമോള് തന്നെയാണെന്നല്ലേ നീ പറയുന്നത്? ആ പാലിന്റെ കേസ് നിനക്ക് വിടാറായില്ലല്ലേ? സത്യത്തിൽ ഒന്ന് കേസൊക്കെ കൊടുത്ത് അന്വേഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാലിൽ വിഷം കൊടുത്തത് ആരാണെന്ന് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. പക്ഷെ ഈ കുടുംബത്തിലുള്ളവർ തന്നെയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ ഉള്ളവർ ചെയ്തപ്പോ എന്തിനാ വെറുതെ ഈ കുടുംബത്തിലുള്ളവർ ഇട്ട് നാറ്റിക്കുന്നതെന്ന് ഓർത്താ ഞാൻ ഇത് കേസുമായിട്ട് മുന്നോട്ടേക്ക് പോകാത്തത്. അല്ലാതെ ഈ മൂർത്തിക്ക് കേസ് കൊടുക്കാനും കേസ് അന്വേഷിപ്പിക്കാനും അത് കണ്ടുപിടിക്കാനും ഒക്കെ അറിയാം. നീ പിന്നെ നയനമോളെ കൂടുതൽ ഇനിയിപ്പം കുറ്റം വെക്കുമെന്നും വേണ്ട. നയനമോൾ അല്ല അത് ചെയ്തതെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. നീ അടക്കം, ഈ നിൽക്കുന്ന നിന്റെ അമ്മായിയമ്മ ജാനകി അടക്കം എല്ലാവർക്കും അറിയാം നയനമോൾ അങ്ങനെ ചെയ്യില്ല എന്ന്. എന്നിട്ട് വെറുതെ നീ നയനമോളുടെ മെക്കിട്ട് കയറരുത്. നിനക്ക് ഇവിടെ നിൽക്കാൻ പേടിയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കുക. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ നയനമോള് ഉണ്ടാക്കുന്ന ഇത് നിനക്ക് കഴിക്കാൻ പറ്റത്തില്ലെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോണം. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ, നീ അടുക്കളയിൽ കയറി നിനക്കും നിന്റെ അമ്മയ്ക്കൊക്കെ നീ തന്നെ ഉണ്ടാക്കി കഴിക്കുക. അല്ലാതെ ഇവിടെ ഇത് നടക്കില്ല. ഇവിടെ ഇനി കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. നയനമോള് ഈ വീട്ടിലെ എല്ലാവരെക്കാൾ കൂടുതൽ ഞങ്ങൾ സ്നേഹിക്കുന്ന മരുമകളും മകളും ഒക്കെ തന്നെയാണ്. ഇവിടെ എനിക്ക് മകളുണ്ടെങ്കിലും എനിക്ക് കൊച്ചുമക്കളുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ മുകളില് ഞാൻ കാണുന്ന ഒരാളാണ്
നയനമോള് അവളുടെ സ്വഭാവം അതെന്തെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവൾ ആരാണെന്നും അവൾ എന്താണെന്നും അവൾ എങ്ങനെയുള്ളവളാണെന്നും ഒക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നീയൊന്നും പിന്നെ ശബ്ദിക്കില്ല അവളുടെ മുമ്പിലെന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് അങ്ങ് മൂർത്തി അങ്ങ് പോയി കേട്ടോ. മൂർത്തി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അനാമികയ്ക്ക് അങ്ങ് ഇളകിയില്ലേ. അനാമിക പുറകെ ചെന്നിട്ട്, അതെ താൻ എന്താ പറഞ്ഞത്? എന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനോ? എന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാനേ താൻ ആരാ? എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നത് അനിയാണ്. അനിയുടെ ഒരു കുഞ്ഞെന്റെ വയറ്റിൽ വളരുന്നുണ്ട്. അപ്പൊ പിന്നെ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നിങ്ങൾ എന്തിനാണ് എന്നോട് പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ മൂർത്തിയുടെ മുമ്പില് ആദ്യമായിട്ട് ആ വീട്ടിൽ ഒരാൾ ശബ്ദം ഉയർത്തുകയാണ്, നമ്മുടെ മൂർത്തി മുത്തശ്ശന്റെ മുമ്പില്. ഇത് കേട്ടപ്പം ജാനകി അങ്ങ് സ്തംഭിച്ചു പോയിട്ടോ. ജാനകി മോളെ നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പം വേണ്ട നിർത്തമ്മേ, ഇത് പണ്ടത്തെ കാലമൊന്നുമല്ല. ഇവിടെ ഒരു മരുമകള് കയറി വന്നാല് ആ മരുമകളെ മകളായിട്ട് നോക്കാനും അതുപോലെ ഗാർഹിക പീഡനത്തിന് കേസൊക്കെ എടുക്കുന്ന പോലീസുകൾ ഇപ്പൊ ഇവിടെ ഉണ്ട്. അല്ലാതെ വെറുതെ പണ്ടത്തെ പോലെ മരുമകളെ ഇവിടെ അടിച്ചമർത്തി ജോലി ചെയ്യിച്ച് ഭർത്താവും അമ്മായിയപ്പനും അമ്മായിയമ്മയും എല്ലാം പറയുന്നത് കേട്ടനുസരിച്ച് നിൽക്കേണ്ട സമയമല്ല ഇത്. ഇപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം പെണ്ണുങ്ങൾക്ക് തന്നെയാണ്. അതും പ്രത്യേകിച്ച് കല്യാണം കഴിച്ചു വരുന്ന വീട്ടില് അവർക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് അവര് പരിഹരിക്കുകയും അത് പരിഹരിച്ച് അവരെ നോക്കുകയും ചെയ്യേണ്ടത് ആ കുടുംബത്തിലെ ആൾക്കാരാ. എന്നിട്ട് എന്താ ഇപ്പൊ പഴയ പുറ വീണ്ടും ഇങ്ങോട്ടേക്ക് അനാമികയുടെ അടുത്തേക്ക് ഇറക്കാന്നാണോ നിങ്ങളുടെ വിചാരം? ഒരിക്കലും എന്നെ ഇവിടെ ആരും അടിച്ച് അമർത്താന്നൊന്നും ഓർക്കണ്ട. ഞാനേ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കും ഗാർഹിക പീഡനത്തിന്. ഇത് കേട്ടപ്പോഴത്തേക്കും മുത്തശ്ശൻ എന്തോ പോലെ ആയി പോയിട്ടോ. മുത്തശ്ശൻ പറഞ്ഞു, അതെ അനാമികെ, ഞാൻ ഇവിടത്തെ ഏറ്റവും മുതിർന്ന ഒരാളാണ്. അത് നിനക്കറിയാലോ, ഇവരുടെ എല്ലാവരുടെയും മുത്തശ്ശൻ. ഞാൻ പറയുന്നത് കേട്ട് തന്നെയാണ് എന്റെ കൊച്ചുമക്കളും അതുപോലെ കൊച്ചുമക്കളുടെ അമ്മമാരും അതുപോലെ എന്റെ മക്കളും ഒക്കെ അനുസരിച്ചോണ്ട് ഇരിക്കുന്നത്. അത് ഇവിടെ എനിക്ക് എന്താ പറയുക, എനിക്കൊരു സ്ഥാനം തരുന്നത് കൊണ്ടാണ്. ആ സ്ഥാനം നീ തരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മൂത്തവരുടെ മുമ്പിൽ, അതിപ്പോ പഴയ കാലമാണെങ്കിലും ഇപ്പോഴത്തെ കാലമാണെങ്കിലും മൂത്തവരുടെ മുമ്പില് മുതിർന്നവരുടെ മുമ്പില് നിൽക്കേണ്ട ഒരിതുണ്ട്. ആ ഒരു മാന്യതയെങ്കിലും നീ കാണിക്കണം. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. അതായത് നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനോ നിന്നെയും അനിയായിട്ട് തെറ്റിപ്പിക്കാനോ ഒന്നും ഞാൻ ആളല്ല. എനിക്ക് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഒരുമിച്ച് ജീവിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഒരു മുതിർന്ന ആളെന്ന നിലയിൽ ഞാൻ ഒരു കാര്യം തെറ്റ് കണ്ടപ്പോ തെറ്റെന്ന് പറഞ്ഞു. അത് നിനക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഏതായാലും എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ലെന്നും പറഞ്ഞു മുത്തശ്ശൻ അങ്ങ് പോയിട്ടോ. മുത്തശ്ശനും അങ്ങ് എന്തോ പോലെയായി, നമ്മുടെ മൂർത്തിക്കും അങ്ങ് എന്തോ പോലെ ആയിപ്പോയി. അതും ജാനകിയുടെ മുമ്പിലൊക്കെ വെച്ച് അപമാനിക്കുന്ന പോലെ ആയിപ്പോയി. മൂർത്തി മുത്തശ്ശൻ അങ്ങ് വല്ലാണ്ട് ഉരുകിപ്പോയി. ഏതായാലും ഈ സമയത്ത് അനു വന്നിട്ട്, നീ എന്താടി കാണിച്ചത്? അങ്ങനെ ഇങ്ങനെയാ, നിനക്ക് അഹങ്കാരവാ, അതാ ഇതാ, മര്യാദക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോണെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ജാനകിയും പറഞ്ഞു, മോളെ അത് ഇച്ചിരി കൂടിപ്പോയില്ലേ, വേണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും ബഹുമാനം കൊടുക്കുന്ന ഒരാളാണ്, ഞങ്ങളൊക്കെ ബഹുമാനം കൊടുക്കുന്ന ഒരാളാണ്. ഒരിക്കലും മുത്തശ്ശൻ തെറ്റും ശരിയും അത് ആരെയും അടിച്ചമർത്താനൊന്നും ഇതുവരെ ശ്രമിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഒരാളല്ല. എല്ലാവരെയും ഉപദേശിക്കുകയും എല്ലാവരുടെയും കുടുംബവും ഒക്കെ നേരെയാക്കുന്ന ഒരാളാണ്. അപ്പൊ പറയാനുള്ള അർഹതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. മോള് പറഞ്ഞത് മോശമായി പോയി എന്ന് പറയുമ്പോ അവിടെ ഒന്നും നമ്മുടെ അനാമിക സമ്മതിക്കുന്നില്ല. അനാമിക പറയുകയാണ്, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, പിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊന്നും ആരും വിചാരിക്കണ്ട. ഞാൻ ഈ വീട്ടിൽ തന്നെ കാണും. കാരണം ഈ വീട്ടിൽ എനിക്കും അവകാശമുണ്ട്, എന്റെ കുഞ്ഞിനും അവകാശമുണ്ട്. എവിടെന്ന്? വയറ്റിൽ കുഞ്ഞുമില്ല, ഒന്നുമില്ല. വെറുതെ നമ്മുടെ അനീനെ പറ്റിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അനി ഇനിയിപ്പം ഉപേക്ഷിച്ച് ഡിവോഴ്സ് കേസ് വല്ലതും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും. അതുകൊണ്ട് അങ്ങനെ ഒരു കപട നാടകം കളിക്കണതാണ് ഒരു കുഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, കേട്ടവർക്ക് അറിയായിരിക്കും. ഏതായാലും നമ്മുടെ മുത്തശ്ശൻ വളരെ സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ്. വസുന്ധര മുത്തശ്ശനെ സമാധാനപ്പെടുത്തുകയാണ്. സാരമില്ല, പോട്ടെ, അവളുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അവൾ അങ്ങനെയൊക്കെ സംസാരിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആദർശ് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കിടന്ന് തുള്ളുകയാണ് കേട്ടോ. അപ്പൊ നയന പറയുന്നുണ്ട്, ആദർശേട്ടനൊന്നും പറയാൻ പോകണ്ട ഇപ്പൊ അനാമികേനെ. കാരണം ഇപ്പൊ അവളുടെ വയറ്റില് അനിയുടെ ഒരു കുഞ്ഞുണ്ട്, ഈ കുടുംബത്തിന്റെ അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ വേണ്ട, ഇനി ഒരു ഇതിനും പോകണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി നേരെ ചെല്ലുകയാണ് അനാമികയുടെ അടുത്തേക്ക്. എന്നിട്ട് പറയുകയാണ്, നീ മുത്തശ്ശന്റെ മുമ്പിൽ ചെന്ന് മാപ്പ് ചോദിച്ചേ പറ്റൂ. നീ എന്റെ പ്രിയപ്പെട്ട മരുമകളൊക്കെ ആയിരിക്കാം, പക്ഷെ മുത്തശ്ശനോട് നീ ഈ പറഞ്ഞതിന് മുത്തശ്ശന്റെ മുമ്പിൽ ചെന്ന് അച്ഛന്റെ മുമ്പിൽ ചെന്ന് മാപ്പ് ചോദിക്കണം എന്ന് പറയുകയാണ്. അനാമിക പറഞ്ഞില്ല, പറ്റില്ല, എനിക്ക് മാപ്പ് ചോദിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ മാപ്പോ കോപ്പോ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഞാന്
ഒന്നും ചെയ്തിട്ടില്ല, തെറ്റൊന്നും ചെയ്തിട്ടില്ല. അല്ല, നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയരുത്. നീ എപ്പോഴും എന്തിനാണ് നയനയെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? എനിക്ക് നയനയെ ഇഷ്ടമല്ല, അത് നിനക്കറിയാം. പക്ഷെ ഞാൻ നയനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ടോ? നയനെ കുറിച്ച് കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? അവള് എന്തോ ആയിക്കോട്ടെ, നീ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ, നീ നിന്റെ കാര്യം സേഫ് ആക്കുക. അപ്പം വല്യമ്മയും എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലോ എന്ന് പറയുമ്പോൾ നിന്നെ ഞാൻ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല, പറയേണ്ടത് ഞാൻ ആരുടെ മുഖത്ത് നോക്കിയും പറയും, അതിവിടെ എല്ലാവർക്കും അറിയാന്ന് പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്കുമാണ് മുത്തശ്ശൻ ഒരു തീരുമാനം എടുക്കുന്നത്. മുത്തശ്ശൻ ജാനകിയോട് പറയുകയാണ്, ഏതായാലും ഞാൻ സ്വത്തുക്കൾ ഇപ്പം 3 ഭാഗിക്കണം എന്നൊക്കെ ഓർത്തിരുന്നതാണ്. ഏതായാലും ഇനിയിപ്പോ അനാമികയ്ക്ക് അങ്ങനെ ഒരു ഭാഗം വെച്ച് കൊടുക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പം ജാനകി നേരെ ഓടിച്ചെന്ന് നമ്മുടെ അനാമികയോട് കാര്യം പറയണം. നീ എങ്ങനെയെങ്കിലും മുത്തശ്ശന്റെ കാല് പോയി പിടിച്ചില്ലെങ്കിൽ ശരിയാവില്ല മോളെ, നിനക്ക് നിന്റെ കുഞ്ഞിനും ഒക്കെ ഇവിടെ അവകാശം ഉള്ളതാണ്, ആ അവകാശം നീ നഷ്ടപ്പെടുത്തരുതെന്ന് പറയാം. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ഈശ്വര, സ്വത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നമാവൂലേ? അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അനാമിക പോയി മുത്തശ്ശന്റെ മുമ്പിൽ പോയിട്ട് എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം, അറിയാതെ എന്റെ വായിൽ നിന്ന് വന്നു പോയത് എന്റെ അറിവില്ലായ്മയായി, ക്ഷമിക്കണം മുത്തശ്ശ എന്നും പറഞ്ഞ് കാലേ വീഴുന്നുണ്ട്. മൂർത്തി മുത്തച്ഛന്റെ സ്വഭാവം അനുസരിച്ച് ക്ഷമിക്കും. പുള്ളിക്കാരൻ അങ്ങനെയാണ്, തെറ്റ് ചെയ്തിട്ട് അതിന് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്, ക്ഷമിക്കുന്ന കൂട്ടത്തിലാണ്, അങ്ങനെ ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ അനാമികയുടെ തനി സ്വഭാവം അവിടെ തെളിഞ്ഞു, ജാനകിയും കണ്ടു. ഇനിയിപ്പം ജാനകി അതനുസരിച്ചേ നമ്മുടെ അനാമികയോട് പെരുമാറുകയുള്ളൂ, അതിൽ കൂടുതലൊന്നും അനാമികയോട് പെരുമാറാൻ പറ്റില്ല. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ നന്ദുവിനൊരു വിവാഹം വരികയും നന്ദുവിന്റെ ആ ഒരു വിവാഹം നമ്മുടെ അനാമിക മുടക്കുകയും ചെയ്യുകയാണ്. അപ്പൊ നന്ദുവിന് നല്ലൊരു കുടുംബത്തിൽ നിന്നൊരു വിവാഹം വരുന്നു. അനാമിക അനിയുടെയും നന്ദുവിന്റെയും കാര്യം ആ കുടുംബത്തിൽ പോയി പറഞ്ഞ് ഇങ്ങനെ മുടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ മുത്തശ്ശന്റെ മരുന്ന് മാറ്റിവെക്കുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം മുത്തശ്ശന്റെ മരുന്ന് മാറ്റിവെച്ച് മൂർത്തിനെ ഇവിടെ നിന്ന് ഒഴിവാക്കണം, മൂർത്തിനെ എങ്ങനെയെങ്കിലും കൊല്ലണം, എങ്കിൽ മാത്രമേ ആ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വേണുവും രേവതിയും പറഞ്ഞ് അവര് ഗുളിക മാറ്റിവെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും അതും വലിയ സക്സസ് ആകാനൊന്നും പോകുന്നില്ല. നമ്മുടെ നവ്യ അത് കണ്ടുപിടിക്കും. അപ്പൊ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വിശേഷത്തിൽ പറയാട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ അനാമികയുടെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കഥയിലെ ഏറ്റവും ക്രൂരയായ ഒരു സ്ത്രീയൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അനാമിക. അനാമികയ്ക്ക് ഒന്നിനും ഒരു മടിയുമില്ല, പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു വൃത്തികെട്ട ഒരു പെണ്ണായിട്ട് നമ്മുടെ അനാമിക മാറുകയാണ് കേട്ടോ. അത്രയ്ക്കും ഒരു വൃത്തികെട്ട ഒരു നെഗറ്റീവ് ക്യാരക്ടർ തന്നെയാണ് പുള്ളിക്കാരി ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ കാണാൻ പോകുന്നത്. നല്ലൊരു പ്രധാന ഒരു വേഷം തന്നെയാണ് പുള്ളിക്കാരിക്ക് സത്യം പറഞ്ഞ ഇതിലുള്ളത്, പ്രധാന റോള് തന്നെയാണ് നമ്മുടെ അനാമികയ്ക്ക് ഉള്ളത്. കാരണം ഇതിൽ അത്രയും നെഗറ്റീവ് ക്യാരക്ടർ ആയിട്ട് ആരുമില്ല. നമ്മുടെ ഈ ജലജ എന്ന് പറയുന്നൊക്കെ സ്വത്തിനു വേണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ളതല്ലാതെ ഒരാളെ കൊല്ലുവാനൊന്നും വലിയ ഇതായിട്ടൊന്നും വരുന്നില്ല. എങ്കിലും നമ്മുടെ അനാമികയുടെ അത്രയും നെഗറ്റീവ് റോൾ അങ്ങോട്ട് വരുന്നില്ല ജലജയ്ക്ക്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റോളായിട്ട് നിൽക്കുന്നത് നമ്മുടെ അനാമികയാണ് കേട്ടോ. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ വേദയുടെയും വിക്രത്തിന്റെയും അടുത്ത ആഴ്ചയിലെ പ്രമോവിശേഷവുമായിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും കേട്ടോ. അപ്പം വേദയുടെയും വിക്രത്തിന്റെയും കഥ അടിപൊളി കഥയാണ്. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ട്, ഫുൾ വിശേഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്നും ഇനി ഇതിൽ ഫുൾ വിശേഷം രാവിലെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.